കാൽവരി വീടുകളിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 51 സങ്കീർത്തനം 10 വാക്യം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. പാപബോധത്തിൽ നിന്ന്, തകർന്ന ഹൃദയത്തിൽ നിന്നുമാണ് ദാവീദ് നിലവിളിക്കുന്നത്. കർത്താവേ, എൻ്റെ സാഹചര്യങ്ങൾ മാത്രമല്ല, എൻ്റെ ഹൃദയം തന്നെ മാറ്റണമേ. പുറമേ നല്ലവനായി ജീവിക്കുവാൻ എളുപ്പമാണ്. ഒരാത്മീയനായിട്ടൊക്കെ മറ്റുള്ളവർക്ക് തോന്നാം. എന്നാൽ ദൈവം കാണുന്നത് പുറമേയല്ല, നമ്മുടെ അകമയാണ്. ദാവീദ് പ്രാർത്ഥിക്കുന്നത് നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ എന്നാണ്. സൃഷ്ടിക്കുക എന്നത് പുതുതായി ഉണ്ടാക്കുക എന്നാണ്. ചില കാര്യങ്ങൾ മനുഷ്യശ്രമം കൊണ്ട് ശരിയാകില്ല. അത് ദൈവിക ഇടപെടലിലൂടെ മാത്രമേ സാധിക്കൂ. ചില മുറിവുകൾ, ചില അടിമത്തങ്ങൾ, ചില പാപശീലങ്ങൾ, ഇവയിൽ നിന്ന് യഥാർത്ഥ വിടുതൽ ലഭിക്കുന്നത് ദൈവം പുതിയ ഹൃദയം നൽകുമ്പോഴാണ്. ദാവീദ് ഇവിടെ പറയുന്നത്, എൻ്റെ ഉള്ളിൽ സ്ഥിരമായൊരാത്മാവിനെ പുതുക്കണമേ എന്നാണ്. ഇന്ന് പലരും ആത്മീയമായി ഉയരുകയും താഴുകയും ചെയ്യുന്നവരാണ്. ഇന്ന് വിശ്വാസമുണ്ടെങ്കിൽ നാളെ പ്രതിസന്ധികളിൽ സംശയാലുക്കളാണ്. എന്നാൽ ദാവീദ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ആത്മാവിന് സ്ഥിരത നൽകണം. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും വചനധ്യാനത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തര ഇടപെടലിലൂടെയും മാത്രമേ ഇത് സാധ്യമാകൂ. പ്രിയരെ, ദൈവം തകർന്ന ഹൃദയത്തെ നിരസിക്കുന്നവനല്ല. നാം അവൻ്റെ സന്നിധിയിൽ മടങ്ങി വന്നാൽ അവൻ നമ്മെ പുതുക്കും, ശുദ്ധീകരിക്കും, ഉയർത്തും. ഈ പ്രഭാതത്തിങ്കൽ നമ്മുടെ കുറവുകളെ തിരുത്തി ദൈവ മുൻപാകെ നമുക്ക് മടങ്ങി വരാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പ്രശ്നങ്ങൾ മാത്രം മാറ്റാതെ എന്നെ തന്നെ മാറ്റി എൻ്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.